ഉറങ്ങാൻ കിടന്നപ്പോ അവനൊരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. പണം, പ്രശസ്തി എന്തും അവനുണ്ടായിരുന്നു. പക്ഷെ കണ്ണു തുറന്നപ്പോ അവനിതെല്ലാം നഷ്ടപ്പെട്ടു. ഒരു സാധാരണക്കാരൻ. ഒന്നും പോരാണ്ട് ഒരു ഭാര്യയും 2 കുട്ടികളും. താങ് അവന്റെ ലൈഫിന്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജേർണിയിലായിരുന്നു. ഏറ്റവും ഡിമാൻഡുള്ള ആക്ടർ. അവനൊരു ലക്ഷ്യൂറിയസ് അപ്പാർട്ട്മെന്റിലായിരുന്നു താമസിച്ചിരുന്നത്. ഗ്രാൻഡ് ആയിട്ടുള്ള അവാർഡ് സെറിമണീസിനൊക്കെ പോയിക്കൊണ്ടിരുന്നു. എപ്പോഴും അവന് ചുറ്റും ആരാധകരുണ്ടായിരുന്നു. അവന്റെ അമ്മയ്ക്ക് ഈ ലോകത്ത് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും വാങ്ങിക്കാനുള്ള ആസ്തി അവനന്നുണ്ടായിരുന്നു. അമ്മ ഫുൾ ടൈം ലോകം ചുറ്റി നടക്കായിരുന്നു. ഈ പണവും പ്രശസ്തിയും ഒക്കെ അവനൊരു അഹങ്കാരിയാക്കിയിട്ടുണ്ടായിരുന്നു. സിനിമയിലെ ഡയലോഗ് പഠിക്കാനൊക്കെ ഭയങ്കര ഉഴപ്പായിരുന്നു. അവൻ വലിയ ആളാണല്ലോ. ഡയറക്ടേഴ്സിനോടും ബാക്കിയുള്ളവരോടൊക്കെ വളരെ റൂഡായിട്ടായിരുന്നു അവൻ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. അവന്റെ ഒപ്പം അവന്റെ മാനേജർ ജോയൂൻ എപ്പോഴും ഉണ്ടാവാറുണ്ടായിരുന്നു. അവര് പണ്ടേ മുതലുള്ള ഫ്രണ്ട്സാണ്. ഒരുമിച്ചായിരുന്നു അവര് ഓഡിഷനൊക്കെ പോയിരുന്നേ. പക്ഷെ ആക്ടിങ്ങില് സക്സസ്ഫുൾ ആയത് കാങ് ആയിരുന്നു. അവൻ വലിയൊരു സ്റ്റാറായി. ജോയോന് നല്ല റോൾസ് ഒന്നും കിട്ടാണ്ടായപ്പോ അവൻ കാങ്ങിന്റെ മാനേജറായിട്ട് കൂടി. കാങ്ങിന്റെ കാര്യങ്ങള് എ ടു സെഡ് നോക്കിക്കൊണ്ടിരുന്നത് അവനായിരുന്നു. അവന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്നു ജോയുൻ. എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാങ്ങിന്റെ എല്ലാ സ്കാൻഡൽസും ഒത്തുതീർപ്പാക്കിക്കൊണ്ടിരുന്നത് ജോയുനായിരുന്നു. പുറമേന്ന് നോക്കുമ്പോ അവനെല്ലാം ഉണ്ടെന്ന് തോന്നുമെങ്കിലും അവനൊന്നും മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും സാധിക്കാറില്ലായിരുന്നു. അതിന്റെ പേരില് അവനൊരു ഡോക്ടറെയൊക്കെ കൺസൾട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അന്നൊരു ക്രിസ്മസ് ഈവ് ആയിരുന്നു. ഒരു അവാർഡ് സെറമണിയില് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് വാങ്ങിച്ചിട്ട് തിരിച്ചു പോരായിരുന്നു കാങ്ങും ജോയനും. തിരിച്ചു പോണ വഴിക്ക് അവര് പണ്ട് പോവാറുള്ള ഒരു റെസ്റ്റോറന്റിൽ കയറുന്നുണ്ട്. അവിടെ പോയിരുന്നപ്പോ അവരവരുടെ പഴയ ഓർമ്മകളിലേക്കൊക്കെ പോയി. കാങ് അവന്റെ ഫസ്റ്റ് ലവിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്. സോഹ്യോൻ അവനൊന്നുമില്ലാത്ത സമയത്ത് അവര് ഒരുമിച്ചായിരുന്നു. അവന് ആക്ടിങ്ങിൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടി വന്നപ്പോ അവൻ ആക്ടിങ്ങിനെ ചൂസ് ചെയ്തു അവൾക്ക് പകരം. അന്നത്തെ ദിവസം വെള്ളമടിച്ച് ബോധമില്ലാണ്ട് കാങ് ഒരു ടാക്സിയിൽ കയറിയിട്ടാണ് വീട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചത്. അവൻ അറിയില്ലായിരുന്നു ആ ഒരു ടാക്സിയിൽ കയറുന്നത് അവന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമായി മാറുമെന്ന്. ആ ടാക്സിയിലെ ഡ്രൈവർ ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്തോ അവന്റെ മനസ്സ് വായിക്കുന്ന പോലെ. അയാൾ അവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റ് മാറ്റാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും മാറ്റം വരുത്താന്ന്. ഇയാൾ ഇതെന്തൊക്കെയാ പറയണേ, അതൊന്നും നടക്കില്ലല്ലോ എന്നോർത്ത് വലിയ മൈൻഡൊന്നും അവനപ്പോ ചെയ്തില്ല. അടുത്ത ദിവസം അവൻ കണ്ണു തുറക്കുന്നത് ഒരു ചെറിയ വീട്ടിലായിരുന്നു. അവിടെ 2 പിള്ളേര് അവനെ അച്ഛാന്ന് വിളിച്ചോണ്ട് നടക്കണു. അതാ അവന്റെ മുന്നിൽ നിൽക്കണു അവന്റെ ഫസ്റ്റ് ലവ് ആയിരുന്ന സുഹ്യോൻ. അതും അവന്റെ ഭാര്യയായിട്ട്. അവന്റെ ലക്ഷൂറിയസ് ലൈഫും സൂപ്പർ സ്റ്റാർ പദവിയൊക്കെ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാണ്ടായി. ഇവിടെ അവനൊരു സ്ട്രഗ്ലിംഗ് ആക്ടറാണ്. ചെറിയ ചെറിയ റോൾസും ചെറിയ ടിവി ഷോസ് ഒക്കെ ചെയ്ത് നടക്കുന്നു. അവന് ട്വിൻസ് ആയിരുന്നു. ബില്ലടയ്ക്കാനും റെന്റ് അടയ്ക്കാനും ഒക്കെ അവര് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. സോഹ്യോൻ ചെറിയ ചെറിയ വർക്കൊക്കെ ചെയ്തിട്ട് അതിന്റെ പൈസയിലും കൂടെ ആയിരുന്നു അവര് ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. പണ്ടത്തെ പോലെ കാങ്ങിന്റെ അമ്മ വലിയ ലക്ഷറി ജീവിതമൊന്നും ആയിരുന്നില്ല. ഇതൊക്കെ എന്താണെന്ന് യാതൊരു ഐഡിയയും കിട്ടാണ്ട് കാങ് നേരെ അവന്റെ പഴയ അപ്പാർട്ട്മെന്റിലേക്ക് പോയി. അവിടെ പോയപ്പോ അവിടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു. ഇവൻ വലിയ ആക്ടർ ആയിരുന്നുവല്ലോ. അവൻ അവരെ അടുത്ത് ചോദിക്കുമ്പോ അവരാരും അവനെ തിരിച്ചറിയുന്നു പോലും ഇല്ല. ആകെ ഭ്രാന്തായി. അവൻ ജോയുനെയും പോയി കണ്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് അവന് കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും മനസ്സിലാവുന്നത്. ഈ ഒരു ജീവിതത്തില് അവൻ അവന്റെ ആംബിഷന് പകരം അവൻ ചൂസ് ചെയ്തത് സൊഹ്യോനെ ആയിരുന്നു. ആക്ടിങ്ങിലെ ഫൈനൽ ഓഡീഷന് അവൻ പോവാണ്ട് പകരം എയർപോർട്ടിലേക്ക് പോയി സൊഹ്യോനെ കാണാൻ. കാങ് അങ്ങനെ ചെയ്തതുകൊണ്ട് ജോയുൻ ഇന്നൊരു വലിയ ആക്ടറായിട്ട് മാറി. കാങ് ഇപ്പോൾ ഉള്ള അവസ്ഥയിലും ആയി. ആദ്യമൊക്കെ കാങ്ങിന് ഈ സാധാരണക്കാരുടെ ജീവിതം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിള്ളേരായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണ കാര്യം പറയേം വേണ്ട. സോഹ്യോന്റെ അവസ്ഥ കണ്ടിട്ടും അവന് ഒരു ഹെൽപ്ലെസ്നെസ് ഫീൽ ചെയ്തിരുന്നു. അവളൊരു നല്ല ആർട്ടിസ്റ്റ് ആയിരുന്നു. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. കാങ്ങിന്റെ കൂടെ ഈ ലൈഫ് ചൂസ് ചെയ്തുകൊണ്ട് മാത്രം അവൾക്ക് ആ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നഷ്ടമായി. ഇപ്പൊ അവള് അടുത്തുള്ള നെയ്ബർ ലേഡീസിനൊക്കെ പെയിന്റിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പുറത്തുപോയി പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടാണ് സോഹ്യോൻ ഇപ്പൊ ഈ ജീവിതം ജീവിക്കുന്നത്. കാങ് വളരെ ചെറിയ ആക്ടിങ് ജോബ്സ് ഒക്കെ ചെയ്തിട്ടാണ്, ചെറിയ ടിവി ഷോസ് ഒക്കെ ചെയ്തിട്ടാണ് നടന്നിരുന്നെങ്കിലും അവൾ ഒരിക്കലും അവനെ കുറ്റപ്പെടുത്തിയിരുന്നില്ല. യാതൊരു വിഷമവും പറയാണ്ട് അവന്റെ പാഷനെ അവൾ സപ്പോർട്ട് ചെയ്തിരുന്നു. ജോയൻ റെക്കമെൻഡ് ചെയ്തിട്ട് കുറെ ഓഡീഷൻസിനൊക്കെ അവന് അവസരം കിട്ടി.
അവിടെയൊക്കെ ചെല്ലുമ്പോ അവർക്ക് ശരിക്കും ജോയിനായിട്ടായിരുന്നു വർക്ക് ചെയ്യേണ്ടത്. ഇവനെ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജോയൂൻ അവനോട് ചോദിക്കുന്നുണ്ട്, "നിനക്ക് എന്റെ മാനേജറായിട്ട് നിന്നൂടെ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരൊന്നും കിട്ടാനില്ല." അപ്പൊ അവൻ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ദിവസം അവന്റെ മോന് ഒരു ആക്സിഡന്റ് ആയി. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ബാങ്കിൽ എത്ര പൈസ ഉണ്ടെന്ന് ചെക്ക് ചെയ്യുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത് അവന് സേവിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവനെയും പിള്ളേരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോഹ്യൻ അവനോട് പറയാണ്ട് വേറെ കുറെ പാർട്ട് ടൈം ജോബ്സും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതും അവൻ അറിയുന്നത് ആ സമയത്താണ്. അവൻ അവന്റെ ദുരഭിമാനമൊക്കെ മാറ്റിവെച്ചിട്ട് ജോയൻ പറഞ്ഞ പോലെ അവന്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ഫീൽഡില് അവന് ഓൾറെഡി നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് കോൺട്രാക്റ്റ് ഒക്കെ നെഗോഷിയേറ്റ് ചെയ്യാനൊക്കെ ജോയിനെ നന്നായി ഹെൽപ്പ് ചെയ്തിരുന്നു. ജോയിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും അങ്ങനെ എല്ലാ വിധത്തിലും അവന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ കാങ്ങിന് പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ മാനേജറായിട്ട് പോയിക്കൊണ്ടിരിക്കെ അവനൊരു അവസരം വരുന്നുണ്ട്. ജോയുവിന്റെ ഷൂട്ടിംഗ് സെറ്റില് ഒരാളുടെ കുറവുണ്ടായിരുന്നു. ഒരു ആക്ടറിന് പെട്ടെന്ന് എന്തോ ബുദ്ധിമുട്ട് കാരണം വരാൻ പറ്റാണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു ആക്ടറിന് ആവശ്യമുണ്ടായിരുന്നു. കാങ്ങിന് അഭിനയിക്കാൻ ഇത്ര ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യം ജോയുവിന് അറിയാലോ. അവൻ രഹസ്യമായിട്ട് ഡയറക്ടറിനോട് പറഞ്ഞിട്ട് ആ ഒരു റോള് കാങ്ങിന് വാങ്ങിച്ചു കൊടുത്തു. ഈ ഒരു അവസരം അവൻ വളരെ നന്നായി തന്നെ ഉപയോഗിച്ചു. മുന്നത്തെ പോലെ ഉഴപ്പാനൊന്നും അവൻ നിന്നില്ല. മുന്നുണ്ടായിരുന്ന അഹങ്കാരവും മടിയും എല്ലാം മാറ്റിവെച്ച് അവൻ തകർത്തഭിനയിച്ചു. തകർത്തഭിനയിച്ചു എന്നല്ല, മരിച്ചഭിനയിച്ചു. ലിറ്ററലി ആ കഥയിൽ അവസാനം അവൻ മരിക്കുന്നുണ്ട്. ഡയറക്ടറിനൊക്കെ വലിയ ഇഷ്ടായി. അവന് ഫാൻസായി. വീട്ടിലായാലും പിള്ളേരും സുഹ്യനും എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. അവനും ഈ ലൈഫിനോട് നന്നായി അഡാപ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു ഈ ജീവിതം. അവന് നല്ല ഉറക്കം കിട്ടിക്കൊണ്ടിരുന്നു. ഓരോ ദിവസവും അവനൊരു ഭയത്തോടെയായിരുന്നു ഉണർന്നിരുന്നത്. മക്കളും സുഹ്യനും കൂടെ തന്നെ ഇല്ലേന്ന് അവൻ എന്നും നോക്കിയിരുന്നു. അവനൊരു വലിയ പ്രൊജക്റ്റ് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്യണമെങ്കില് 3 മാസത്തോളം അവൻ വേറൊരു രാജ്യത്തേക്ക് മാറി നിൽക്കേണ്ടി വരും. മക്കളെയും സുഹ്യനെയും വിട്ടിട്ട് പോവാൻ പറ്റില്ലാന്ന് പറഞ്ഞ് അവനത് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് അവന്റെ സക്സസിന് വേണ്ടിയിട്ട് സൊഹ്യനെ ഒഴിവാക്കിയവനാണ്. ഇപ്പോ ഇത്രയും വലിയൊരു അവസരം കിട്ടിയിട്ടും അവൻ അവന്റെ ഫാമിലിയാണ് മുഖ്യം എന്ന് അവന് ഉറപ്പായിരുന്നു. വീണ്ടും ഒരു ക്രിസ്മസ് കാലമായി. ഒരു ക്രിസ്മസ് ഈവിന് അവൻ വീണ്ടും ഒരു ടാക്സിയിൽ കയറി. അവൻ അന്ന് കണ്ട അതേ ഡ്രൈവർ ആ ടാക്സിയിൽ ഉണ്ടായിരുന്നു. അവന് പോകാൻ സമയമായിന്ന് അയാൾ അവനോട് പറഞ്ഞു. എനിക്കിനി ഇവിടുന്ന് പോണ്ടാന്ന് പറഞ്ഞ് അവൻ അയാളോട് യാചിച്ചു. അവന് പണമോ പ്രശസ്തിയോ ഒന്നും വേണ്ടായിരുന്നു. അവന് സുഹ്യനെയും അവന്റെ പിള്ളേരെയും മാത്രം മതിയായിരുന്നു. പക്ഷെ അവൻ അവിടെ തുടരാൻ സാധിക്കില്ലായിരുന്നു. ആ ഡ്രൈവർ കാങ്ങിന്റെ അച്ഛനായിരുന്നു. കാങ് വളരെ ചെറുതായിരിക്കുമ്പോ തന്നെ അവന്റെ അച്ഛൻ മരിച്ചിട്ടുണ്ടായിരുന്നു. ജീവനോടെ ഉള്ളപ്പോ അവന് കുറച്ചു സമയം മാത്രമേ അവന്റെ അച്ഛന്റെ ഒപ്പം ചെലവഴിക്കാൻ കിട്ടിയിരുന്നുള്ളൂ. അവന്റെ അച്ഛൻ വർക്കിന് പിന്നാലെ ഓടിക്കൊണ്ടേയിരുന്നു. വീട്ടുകാരോടൊപ്പം ചെലവഴിക്കാൻ അയാൾ ഒരിക്കലും സമയം കണ്ടെത്തിയിരുന്നില്ല. അങ്ങനൊരവസ്ഥ കാങ്ങിന് വരരുതെന്ന് വിചാരിച്ച് അവനൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കാനായിരുന്നു അച്ഛനിപ്പോ വന്നത്. അടുത്ത ദിവസം അവൻ കണ്ണു തുറന്നപ്പോ അവൻ തിരിച്ച് അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ ഉണ്ടായിരുന്നത് അവാർഡ് വാങ്ങിച്ച ദിവസത്തിന്റെ തൊട്ടടുത്ത ദിവസത്തിലായിരുന്നു. ജോയോൻ അങ്ങോട്ട് വന്നപ്പോ അവനോട് വീണ്ടും ആക്ടിങ് തുടങ്ങാനായിട്ട് കാങ് പറയുന്നുണ്ട്. മക്കളെയും സുഹ്യനെയും കാണാണ്ട് അവൻ ഒരുപാട് വിഷമിച്ചു പോയി. ആ സമയത്ത് സുഹ്യൻ അബ്രോഡിന്ന് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അവൾ ഒരു ആർട്ട് എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോയി. അവിടെ അവളുടെ പെയിന്റിങ്സിന്റെ ഇടയിൽ അവന് നല്ല പരിചയമുള്ള ഒരു പെയിന്റിംഗ് ഉണ്ടായിരുന്നു. അവരൊരുമിച്ച് കുട്ടികളോടൊപ്പം ജീവിച്ച ആ വീടാണ് അവൾ പെയിന്റ് ചെയ്തിരുന്നത്. അവൻ കണ്ടതെല്ലാം ഒരു സ്വപ്നം മാത്രമായിരുന്നു എന്ന് അവൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അവന്റെ തീരുമാനം മറ്റൊന്നായിരുന്നെങ്കിൽ അവന്റെ ലൈഫ് എങ്ങനെയായിരിക്കുമോ അതായിരുന്നു അവൻ ജീവിച്ചത്. 2 വർഷത്തിന് ശേഷം അവര് രണ്ടുപേരും കല്യാണം കഴിച്ചു. അവർക്ക് ട്വിൻസും ജനിച്ചു. ലൈഫിൽ എപ്പോഴും ഒരു സെക്കൻഡ് ചാൻസ് കിട്ടണം എന്നില്ല. നമ്മൾ എടുക്കുന്ന ഓരോ ചോയ്സ് ആണ് നമ്മുടെ എൻറ്റയർ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുന്നത്. ആംബിഷൻ, സക്സസ് അതൊക്കെ ആവശ്യമാണ്. പക്ഷെ നമ്മളെ വാല്യൂ ചെയ്യണ റിയൽ പീപ്പിൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ ഒരിക്കലും മിസ് ചെയ്യരുത്.